സോ നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ ഒരു സ്വിഫ്റ്റിൻ്റെ റിയർ ഷോക്ക് മാറുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഷോക്കും കാര്യങ്ങളും അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിയറിൽ വരുന്ന ഷോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട് ഷോക്കിലാണെങ്കിൽ ഒരു കോയിൽ സ്പ്രിങ് സ്റ്റാർട്ട് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ബാക്കിൽ ഇതുപോലുള്ള സാധാ ഒരു ഷോക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താ, നമ്മളിത് ഒരു പുതിയ ഷോക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിനെ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് അതേപോലെ വരും. പക്ഷേ ഇതിന് അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഫുള്ള് ഓയിലായിട്ട് ലീക്കായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാഹനത്തിൽ ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ഈ ഷോക്കും കാര്യങ്ങളും ഓയിൽ വല്ലതും നനഞ്ഞിട്ടുണ്ടോയെന്നോ അതോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വാഹനത്തിന് പ്രധാനമായിട്ടും കംപ്ലയിൻറ്റ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം നമ്മൾ ഗട്ടറിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു ബാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നോ സൗണ്ടോ അല്ലെങ്കിൽ വാഹനം ഒരു തെറുപ്പ്, അതായത് ഹമ്പിൽ അല്ലെങ്കിൽ കട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി തെറുപ്പ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ഷോക്കിന് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടാണ് ഇതുപോലത്തെ തെറുപ്പും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വാഹനത്തിന് അനുഭവപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ ഷോക്ക് കാര്യങ്ങളും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ടും വാഹനത്തിന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോക്ക് എന്ന് പറയുന്നത് ഇത് മാരുതി ജെന്യൂൻ പാർട്സാണ്, MGP പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1850 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. റിയർ ഷോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് ഓരോ പാർട്സിനും ഓരോ പാർട്ട് നമ്പറും കാര്യങ്ങളും കാണും. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഫിറ്റ് ചെയ്യണത് എങ്ങനെയാണ് നമുക്ക് കാണാം. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ പുറകെ വരുന്ന ഷോക്ക് എന്ന് പറയുന്നത്. റിയർ ഷോക്കാണിതിൽ. പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബുഷും കാര്യങ്ങളെല്ലാം ഫുൾ സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനാണ് 1850 MRP പ്രൈസുള്ള ഷോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് പുതിയത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. ഇത് കംപ്രസ് ചെയ്തിട്ട് നമ്മളിപ്പം കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഷോക്ക്. അപ്പോൾ ഇത് റിട്ടേൺ വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, റിട്ടേൺ ആ ഒരു ചെറിയൊരു സ്പീഡിൽ റിട്ടേൺ വരും. നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ചെറിയൊരു സ്പീഡിൽ റിട്ടേൺ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൽ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഷോക്ക് വാങ്ങിച്ചിട്ട് പുതിയ ഷോക്കായിരുന്നാലും പഴയ ഷോക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ഫുള്ള് കംപ്രസ് ചെയ്യുക. കംപ്രസ് ചെയ്തിട്ട് ഇത് റിട്ടേൺ വരുന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഷോക്കിൽ അങ്ങനെ ഒരു റിട്ടേൺ ഇല്ല. ഇതൊരു ചെറിയ രീതിയിലുണ്ട്, എങ്കിലും ഇതും പോയതാകണ്ട. ഇത് വർക്ക് ചെയ്യുന്നില്ല, റിട്ടേൺ വരുന്നില്ല. രണ്ടും സെയിം കംപ്ലൈൻറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഷോക്ക് ഫിറ്റ് ചെയ്യാം. സോ നമ്മുടെ ഈ ഷോക്ക് ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ ടോപ്പ് ഇവിടെയാണ്. നമ്മുടെ ഒരു കവർ ഇവിടെയുണ്ട്. ആ കവർ ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ടോപ്പ് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോട്ടം നമുക്ക് ആ ഒരു ആംബുലേറ്റർ ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ മറ്റൊരു ഭാഗം ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. സോ നമ്മുടെ ബുഷും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അങ്ങ് ഫിറ്റ് ചെയ്ത് നോക്കാം വണ്ടിയിൽ. നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിലൊരു വാഷറും ഒരു നട്ടും ഉണ്ട്. അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. സോ നമ്മൾ താഴത്തെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ മേളത്തെ ബുഷ് ഫിറ്റ് ചെയ്യണം. നമ്മൾ ആ ബുഷിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മേളത്തെ ബുഷ് ഫിറ്റ് ചെയ്യേണ്ടത്. മുകളിലത്തെ ബുഷ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ വാഷർ ഇടണം. ഇത് ഈ ഡയറക്ഷനാണ് വാഷർ ഫിറ്റ് ചെയ്യേണ്ടത്. ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്യാം. സ്പാനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ റിങ്സ് ഉപയോഗിച്ച് നമുക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം.
15 റിങ്സാണ് നമുക്കിതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. നമ്മളിത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 6-7 ഒരു സ്പാനറും കൂടെ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ലോക്ക് പ്ലെയർ എടുത്തിട്ട് പിടിച്ചിട്ട് അത് ലോക്ക് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യാവുന്നതാണ് ഫുള്ളായിട്ട്. അല്ലെങ്കിൽ ഈ ഷോക്കിൻ്റെ ഇത് മാത്രമായിട്ട് കിടന്ന് കറങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാൻ നമുക്കിങ്ങനെ വെച്ച് സാധിക്കും. സോ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഷോക്കിൻ്റെ താഴത്തെ നട്ടില്ലേ, നമ്മൾ നേരത്തെ ടൈറ്റ് ചെയ്ത അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം. സോ നമ്മുടെ പഴയ ഷോക്കും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഷോക്ക്. അപ്പോൾ ഇത് നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് മാറണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ബുഷ് നമുക്ക് ഇതിൽ നിന്ന് അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഷോക്ക് നമുക്ക് വാഹനത്തിൻ്റെ അടിയിൽ കൂടെ നമുക്ക് മേലോട്ട് കയറ്റാം. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ബുഷ് ഇവിടെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. സോ നമ്മൾ ഷോക്ക് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തൂടെ ഈ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും മേളിൽ ഷോക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഹോളിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചതിന് ശേഷം ഈ താഴെയും നമ്മൾ അത് ഫിറ്റ് ചെയ്യണം. വലിയ പാടൊന്നുമില്ല, കുറച്ച് എളുപ്പമാണ്. നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വാഷറും നട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ താഴത്തെ ജോലി കംപ്ലീറ്റ് ആവും. പിന്നെ അതിനുശേഷം നമുക്ക് മേളിലത്തെ നമ്മൾ താഴത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മേളിലോട്ട് പോയിട്ട് അവിടുത്തെ ആ ബുഷും അതുപോലെ തന്നെ ആ വാഷർ നട്ടുമായിട്ട് സെറ്റ് ചെയ്യാം. സോ നമ്മൾ ഇനി അടുത്ത് മേളിലത്തെ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുഷ് വെച്ചു. അതിനുശേഷം നമ്മൾ വാഷർ അപ്പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ആ വാഷർ എടുക്കണം. സോ നമ്മുടെ വാഷർ വെച്ചു. അതിനുശേഷം നട്ടും കൂടെ ഇട്ട് സെറ്റ് ചെയ്യണം. സോ അടുത്ത് നമുക്ക് നട്ടും കൂടെ ഇട്ട് സെറ്റ് ചെയ്യാം. നട്ടിട്ടു. ഓക്കെ, നമുക്ക് റിങ്സ് എടുത്ത് സെറ്റ് ചെയ്യാം. നേരത്തെ പോലെ നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്യണം. എന്തെങ്കിലും ടൈറ്റ് ആവാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പാനറോ അല്ലെങ്കിൽ ലോക്ക് പ്ലെയറോ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ടൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫുള്ള് ടൈറ്റ് ചെയ്ത് നമുക്ക് കാണാം. സോ നമ്മൾ ഇവിടുത്തെ നട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് താഴത്തെ നട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാം. സോ നമ്മുടെ താഴത്തെ നട്ട് ഇതാണ്. നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം. സോ നമ്മുടെ ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബുഷ് നമ്മൾ ഇങ്ങോട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ബുഷും അതിൻ്റെ ആ ക്യാപ്പും ഉണ്ട്. നമ്മൾ ആദ്യമേ ഇളക്കി ഇട്ടതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യണം. സോ നമുക്ക് ഈ ക്യാപ്പ് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം ആ സൈഡിൽ ഒരു ക്യാപ്പ് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഈസിയാണത് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്യാപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. അപ്പോൾ ഇതും അതുപോലെ വയ്ക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ചുറ്റും നോക്കുമ്പോഴേ അറിയാൻ പറ്റും ലോക്കായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷോക്ക് നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. സോ മച്ചന്മാരെ, നമ്മുടെ ഒരു വാഹനത്തിൻ്റെ റിയർ ഷോക്ക് മാറുന്ന ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാറുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോക്ക് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഫ്രണ്ടിലെ ഷോക്ക് മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ. ഈ വാഹനത്തിൻ്റെ പുറകിലുള്ള ഷോക്ക് അധികം ആരും ശ്രദ്ധിക്കത്തില്ല. കാരണം വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്, നമുക്കറിയത്തില്ല അതിനെന്തുമാത്രം കംപ്ലൈൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഡ്രൈവർ സീറ്റ് നമുക്ക് എത്താൻ സാധ്യത ഇല്ല. എങ്കിലും നമുക്ക് ആ ഒരു ഷോക്കിൻ്റെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അനുഭവപ്പെടുന്നത് നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സിനാണ്. ഈ ഒരു ഷോക്ക് മെയിനായിട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓടിക്കുന്ന ആൾക്ക് അത് അറിയാൻ പറ്റാത്തതുകൊണ്ട് മാക്സിമം നമ്മൾ ആ ഒരു കംപ്ലൈൻറ്റ് ശ്രദ്ധിക്കാറില്ല.
സോ നമ്മുടെ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ റിയർ ഷോക്ക് കാര്യങ്ങൾ രണ്ടും നമ്മൾ മാറിയിട്ടുണ്ട്. അതിന് ഏകദേശം ഒന്നിന് 1850 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മളത് മാറിയതിൻ്റെ പ്രധാനമായിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗട്ടറിൽ ഓടുമ്പോൾ നമ്മുടെ വാഹനത്തിന് പുറകെ ഇരിക്കുന്ന ഒരു പാസഞ്ചേഴ്സിന് നമുക്ക് കറക്റ്റായിട്ടൊരു ഷോക്ക് ഫീൽ ചെയ്യുന്നു. അതായത് നമുക്കൊരു സൗണ്ടും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ബാക്കിൽ നിന്ന് ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ട് അത് കറക്റ്റ് ഒരു ആക്ഷനായിട്ടില്ലായിരുന്നു. അതായത് നമ്മൾ വാഹനം ഒരു ഗട്ടറിൽ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഷോക്ക് മാറാനായിട്ട് പ്രധാനമായിട്ട് കാരണമായിരുന്നത്. നിങ്ങൾക്ക് വാഹന സംബന്ധമായ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തും. അതോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ വീഡിയോയുടെ താഴെ, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ വാഹനങ്ങളുടെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻ്റെ ഗാരേജിലും കാര്യങ്ങളും വന്നിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്തിരിക്കാം. സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്തിട്ട് ഓളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.